ഒരു സമൂഹത്തിൽ ഏറ്റവും സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് അയൽവാസികൾ. കാരണം നമുക്കൊരു പ്രശ്നമുണ്ടായാൽ വിളിച്ചാൽ ആദ്യം ഓടിയെത്താൻ സമീപത്ത് താമസിക്കുന്നവരെ ഉണ്ടാകും. എന്നാൽ പരസ്പരം നേരിൽ കണ്ടാൽ പോലും മിണ്ടാത്ത അയൽക്കാരുണ്ട്. അതിർത്തി തർക്കമോ നിസ്സാര പ്രശ്നങ്ങളോ ആകാം പല പിണക്കങ്ങൾക്കും കാരണം. എന്നാൽ ഇതുപോലുള്ള ചെറിയ വഴക്കുകളാണ് പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നത്. ഇടുക്കിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം ഉണ്ടായത് വഴിത്തർക്കത്തിൻ്റെ പേരിലാണ്. കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ DCC അംഗം ഷാജിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. രാജകുമാരി കുമ്പപ്പാറ സ്വദേശികളായ മണിപ്പാടമുറിയിൽ ശ്രുതി, മാതാവ് സുധ, മാതൃസഹോദരി പൊന്നമ്മ, അയൽവാസി കണ്ണംകുന്ന് ബിന്ദു, ഇവരുടെ 16 വയസ്സുകാരിയായ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. DCC അംഗം ഷാജി കൊച്ചുകാരോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ബിന്ദുവിൻ്റെ വീടിന് സമീപമെത്തുകയും സ്ത്രീകളെ ആക്രമിക്കുകയുമായിരുന്നു. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന മൺപാതയിൽ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം. പകൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് രാത്രി ഇരുവരോടും സ്റ്റേഷനിലെത്താൻ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഷാജി കൊച്ചുകാരോട്ടടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ സംഘമായി രാത്രിയിലെത്തി സ്ത്രീകളെ മർദ്ദിച്ചത്. സ്ത്രീകൾ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ഇവർ ഇത്രയും പേര് കൂടി എൻ്റെ അമ്മേനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടത്താണ് കാണുന്നത്. വലിയ കമ്പുണ്ട് ഇവരുടെ കയ്യിൽ. ആ കമ്പ് വെച്ച് അടിക്കുമായിരുന്നു അമ്മയ്ക്കിട്ട്. അപ്പം ഞാൻ പോയി ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിൻഡു മടത്തിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എന്നെ പിടിച്ച് ഇലക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കീറിയിട്ട് നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ച് വയറിൻ്റെ ഇവിടെ എല്ലാം മാന്തി ഇവിടെ എല്ലാം വലിച്ചു കീറി മാന്തി പറിച്ച് ഇവിടെയൊക്കെ നാം കൊണ്ട് പാടുണ്ട്. ഇവിടെ എല്ലാം വലിച്ചു കീറി എൻ്റെ നടുവെല്ലാം ചവിട്ടി